എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആദർശം നയനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ആദർശ് പറഞ്ഞു, നിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം തരേണ്ട സ്നേഹമൊന്നും ഞാൻ തന്നിട്ടില്ല. പക്ഷെങ്കില് ഇപ്പോഴാ എനിക്ക് അതിന്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാകുന്നേ. പക്ഷെ ഇത്രയും കാലം നീ അതൊന്നും പുറത്തു കാണിക്കാതെ എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുവല്ലേ ചെയ്തേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ നയന പറഞ്ഞു, എനിക്ക് സ്നേഹിക്കാൻ മാത്രം അറിയുള്ളൂ ആദർശേട്ടാന്ന് പറയാം. അതെ, ആദർശേട്ടൻ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയാ. എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയാ. എനിക്കറിയാം നീ ഒരു പരാതിയും പരിഭവം ഒന്നും പറയില്ലാന്ന്. പിന്നീട് പറഞ്ഞു, അതെ ആദർശേട്ടൻ അങ്ങോട്ടേക്ക് ചെല്ല്, അവിടെ അച്ഛൻ തന്നെയല്ലേ ഉള്ളെന്ന് ചോദിക്കണേ. അത് കുഴപ്പമൊന്നുമില്ല, അച്ഛൻ അവിടെ ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുന്നേ, എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് സമയം ഇരിക്കണ്ടേന്ന് ചോദിക്കും. അതൊന്നും കുഴപ്പമില്ല, എന്റെ അടുത്ത് ഇനിയിപ്പോ ഇടയ്ക്ക് വന്നിരിക്കാലോ. അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആദർശേട്ടൻ അവിടെ ഇല്ലാത്ത. അതുകൊണ്ട് ആദർശേട്ടൻ അവിടെ വേണമെന്ന് പറയാം. കാരണം ആദർശേട്ടനെ അത്രമാത്രം അമ്മ സ്നേഹിക്കുന്നുണ്ട്. അമ്മ ആദർശേട്ടനെ സ്നേഹിക്കുന്ന പോലെ വേറെ ആരും സ്നേഹിക്കുന്നില്ലെന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആദർശ് പറഞ്ഞു, അങ്ങനെ പറയരുത്. മുമ്പായിരുന്നെങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞു, പക്ഷെ ഇപ്പോഴെങ്ങനെയല്ല, എന്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എനിക്കറിയാന്ന് പറയാം. അച്ഛനാണെങ്കിലും മുത്തശ്ശനൊക്കെ ആണെങ്കിലും ഇത് നിനക്ക് എന്താ പ്രതിഫലമായിട്ട് തരണ്ടേന്ന് പറഞ്ഞോണ്ടാ നടക്കണേ. അവർക്ക് എന്ത് തരണോന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയാ. സത്യം പറ, നിനക്ക് എന്താ വേണ്ടേന്ന് ചോദിക്കുക. ഇത് കേട്ടതും നയന പറഞ്ഞു, എനിക്ക് വേറൊന്നും വേണ്ട ആദർശേട്ടാ, ആദർശേട്ടന്റെ സ്നേഹം മാത്രം മതി. അല്ലെങ്കിൽ സ്വത്തിനോ പണത്തിനോ വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ ഈ കാര്യം ചെയ്തതെന്ന് പറയാം. അതെനിക്കറിയാം. പക്ഷെ നീ എത്രയും പെട്ടെന്ന് ഭേദമായിട്ട് വന്നതിന് ശേഷം നിനക്ക് ജ്വല്ലറിയില് ഒരു സ്ഥാനം ഉണ്ടാവും. നിന്നെ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വീട്ടിൽ നിർത്താൻ പോകുന്നില്ലെന്ന് പറയാ. അത് ഞാനെടുത്ത തീരുമാനം. എന്നോടൊപ്പം മുത്തശ്ശനും അച്ഛനും ഒക്കെ ഉണ്ടെന്ന് പറയാ. അതൊന്നും സാരമില്ല ആദർശേട്ടാ, അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയാ. അത് നീയാണോ തീരുമാനിക്കുന്നത്? അല്ലല്ലോ. വേണ്ട ആദർശേട്ടാ, വെറുതെ എന്തിനാ. ഇപ്പൊ തന്നെയാണെങ്കിലും അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം കൂടുതലാ. ഇനിയിപ്പൊ അതിലൂടെ അമ്മയുടെ ദേഷ്യം ഇരട്ടിപ്പിക്കാനോ അത് വഴിയൊരുക്കുള്ളൂ. അതുകൊണ്ട് അതിന്റെ കാര്യമില്ലെന്ന് പറയാണ്. ഇത് കേട്ടത് ആദർശ് പറഞ്ഞു, അല്ലെങ്കിലും എപ്പൊ നോക്കിയാലും കീരിയും പാവം പോലെയല്ലേ നിങ്ങൾ അമ്മയും വരുമ്പോളെന്ന് ചോദിക്കുക. അങ്ങനെ പറയരുത്. അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണെങ്കിലും എനിക്ക് അമ്മയോട് ദേഷ്യമൊന്നുമില്ല. എനിക്ക് അമ്മയോട് സ്നേഹം മാത്രമേ ഉള്ളെന്ന് പറയാം. ഇത് കേട്ടപ്പം ആദർശ് പറഞ്ഞു, അത് പിന്നെ എനിക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കാം. പിന്നീട് കാണിക്കുന്ന അനന്തപുരിയില് മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക. മുത്തശ്ശി തന്റെ ആമ്പാടപ്പെട്ടി എടുത്തു. അതിനകത്ത് കുറെ സ്വർണ്ണാഭരണങ്ങളുണ്ട്. അത് ഓരോ സമയത്ത് മുത്തശ്ശൻ വാങ്ങി കൊടുത്താണ്. മുത്തശ്ശൻ വന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ ഞാൻ ഓരോ തവണ മാത്രം നീ ഇട്ട് കണ്ടിട്ടുള്ളല്ലോ. അന്ന് ഒരു തവണ വാങ്ങിച്ചു തരുന്ന അന്ന് മാത്രം ഒരു തവണ നീ ഇടും, പിന്നെ ഇത് സൂക്ഷിച്ചു വെക്കുക ചെയ്യാറ് പതിവല്ലേ എന്ന് ചോദിക്കുക. അതെ, ഞാൻ പിന്നെ ഇത് ഉപയോഗിക്കാറില്ലല്ലോ. ഈ പണ്ടത്തെ പോലെയല്ല, എനിക്ക് സ്വർണത്തിനോടൊന്നും അധികം താല്പര്യമില്ല എന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് അറിയാൻ പാടില്ല എന്ന് ചോദിക്കാം. അപ്പോഴേക്കാണ് ജലജ അങ്ങോട്ട് വരുന്നത്. ജലജ നോക്കിക്കഴിഞ്ഞപ്പോ ആ പെട്ടി നിറച്ച് സ്വർണം. ആഹാ കൊള്ളാലോ. അതിനകത്ത് ഒരു മാല കണ്ടപ്പോ തന്നെ ജലജയുടെ കണ്ണു തള്ളി. ജലജ വന്നിട്ട് ചോദിച്ചു, ആഹാ എന്താ ഇതൊക്കെ നോക്കുന്നേ? ആ പൊടിഷയം കൊണ്ടാൻ പറ്റുവാണോ, അതോ ഇനിയിപ്പം ഇത് കൊണ്ടേ കടയെ വെച്ചിട്ട് വേറെ പുതിയ മോഡൽ എടുക്കാനാണെന്ന് ചോദിക്കും. ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, ഇത് കൊണ്ടേ കടയെ വെക്കേണ്ട കാര്യം ഞങ്ങൾക്ക് ഇല്ലാന്ന് പറയാണ്. ജലജ പറഞ്ഞു, അല്ല പിന്നെന്തിനാ ഇതിപ്പോ എടുത്തേ? ഇത് ഒരാൾക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി എടുത്താന്ന് മൂർത്തി മുത്തശ്ശൻ പറയാ. കൊടുക്കാൻ വേണ്ടി ആർക്ക്? അത് കൊള്ളാലോ. ഇതെന്താ ആർക്ക് വല്ലവർക്കും ഇങ്ങനെ ചുമ്മാ കൊണ്ടാ കൊടുക്കാൻ പറ്റിയ സാധനമാണെന്ന് ചോദിക്കാം. ഇത് കേട്ടത് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, ഇത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തിക്കാനുള്ള എന്ന് പറയണം. ആഹാ കാണിച്ചേ, ഞാൻ ഇതിനകത്ത് ഒന്ന് രണ്ട് മാല നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറയണം. ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു, വെറുതെ നോട്ടം ഉണ്ടാ, ഇതിനകത്തൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് പറയാം. മുത്തശ്ശൻ പറഞ്ഞു, പണ്ട് മുതലേ നിനക്ക് നിന്റെ മാനും അല്ലെങ്കിൽ ഈ സ്വർണത്തോടും പണത്തോടും ആയിരുന്നല്ലോ ആർത്തി, എത്ര കിട്ടിയാലും മതിയാവത്തില്ലോ എന്ന് പറയണം. ജലജ പറഞ്ഞു, അതല്ല അച്ഛാ, എനിക്ക് ആഗ്രഹമില്ലേ, ഇത് അമ്മയുടെ സ്വർണ്ണമൊക്കെ അല്ലേ, അമ്മ വേറെ ആർക്കെങ്കിലും കൊണ്ടേ കൊടുക്കുവാണെങ്കിൽ ഞങ്ങൾക്കൂടെ തന്നൂടെ? എനിക്ക് മാത്രമല്ല, ഏട്ടത്തിക്കാണേലും ജാനയ്ക്കാണെങ്കിലും ഇതിനകത്ത് പലതിലും നോട്ടം ഉണ്ടെന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞു, തൽക്കാലത്തേക്ക് ഇപ്പൊ നിങ്ങൾ ആരും ഇതിലേക്ക് കണ്ണുവെക്കേണ്ട കാര്യമില്ല എന്ന് പറയാം. പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു, ദേ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ജലജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ജലജ കൊടുങ്കാറ്റ് പോലെ നേരെ അബിയുടെ മുറിയിലേക്ക് പോവാണ്. പിന്നീട് മുത്തശ്ശനും മുത്തശ്ശി അങ്ങോട്ടേക്ക് റെഡിയായിട്ട് ഇറങ്ങി പോവാ, സ്വർണ്ണമൊക്കെ എടുത്തോണ്ട് പോവാ. ചെന്നിട്ട് പറഞ്ഞു, എടാ അബി, നീ ഇത് എങ്ങോട്ട് പോകാനായിട്ടാ? ഞാൻ ഓഫീസിൽ പോയിട്ട് ഇറങ്ങുക. അന്ന് ഒരു കാര്യം ചെയ്യാം, ദേ അച്ഛനും അമ്മയും കൂടെ പുറത്ത് പോകാൻ റെഡിയായിട്ട് ഇരിക്കുന്നുണ്ട്, അവരെ ഒന്ന് ഫോളോ ചെയ്യണമെന്ന് പറയണം. ഫോളോ ചെയ്യാൻ എന്തിനാ? എടാ കുറെ സ്വർണ്ണമായിട്ടാ പോകുന്നേ. ഇവിടുത്തെ നിന്റെ മുത്തശ്ശിക്ക് ഓരോ ഫംഗ്ഷൻ എന്തെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും നിന്റെ മുത്തശ്ശൻ കുറെ സ്വർണം മേടിച്ചു കൊടുക്കാനുണ്ട്, അതെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതെടുത്തോണ്ട് പോകുന്ന ആർക്കോ കൊടുക്കാനാന്ന് തോന്നിയെന്ന് പറയാം. അന്നെങ്കിൽ മിക്കവാറും ഇതാ കരള കൊടുത്ത പെൺകുട്ടിക്ക് കൊടുക്കാൻ പോകുന്നതായിരിക്കും. അത് ശരിയാ, അങ്ങനെ ആർക്കാ കൊടുക്കുന്നതെന്ന് നീ ഒന്ന് പോയി നോക്കണമെന്ന് പറയാം. പിന്നെ നിന്റെ മുത്തശ്ശിന് വയ്യാത്തോണ്ട് അധികം സ്പീഡിലൊന്നും വണ്ടി വിടാൻ വഴിയില്ല, നീ അവരെ ഫോളോ ചെയ്ത് പോണെന്ന് പറയാം. ശരി ആയിക്കോട്ടെ എന്ന് പറയണം. അങ്ങനെ അബിയെ പുറകെ വിടുവാണ് നോക്കാനായിട്ട്.
ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ പോവാണ്. അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു, അതെ നിന്റെ തീരുമാനം ഇപ്പം നല്ലതായെന്ന് എനിക്ക് തോന്നിയെന്ന് പറയാണ്. മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ, അതല്ലേലും എപ്പോഴാണെങ്കിലും ഞാനിത് നയനമോൾക്ക് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന. മുത്തശ്ശൻ പറഞ്ഞു, അർഹതപ്പെട്ടവരുടെ കയ്യിലെത്തിയിട്ട കാര്യമുള്ളെന്ന് പറയാം, അല്ലാതെ മറ്റുള്ളവരുടെ കയ്യിലെത്തിയിട്ട് കാര്യമില്ല. നമ്മളുടെ കാലശേഷം ആ കുടുംബത്തെ മുന്നോട്ട് നയിക്കേണ്ടത് ആദർശം നയനയാണ്, അവർക്ക് അതിനുള്ള പ്രാപ്തിയുള്ളെന്ന് പറയാണ്. മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ, അവരെ കൊണ്ട് അതിന് സാധിക്കുള്ളൂ, വേറെ ആർക്കും അതിനൊന്നും കഴിയത്തില്ല. നീ പറയുന്ന ദേവേനയാണെങ്കിലും നല്ലൊരു തറവാട്ടിൽ നിന്നൊക്കെ വന്നതാ, പക്ഷെ എന്ത് ചെയ്യാനാ, ഇവിടെ വന്നതിന് ശേഷം അവള് വളരെ മോശമായി പോയെന്ന് പറയാം. ഈ പറയുന്ന ജാനകിനേക്കാളും ജനജയെക്കാളും നല്ല മരുമോള് തന്നെയായിരുന്നു ദേവേനി. പക്ഷെ ഈ കുറച്ചു കാലം കൊണ്ട് അവളുടെ സ്വഭാവത്തിൽ ഇത്ര മാറ്റം വന്നെന്ന് പറയാം. മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, പോരാത്തന്നെ എരിവരി കയറ്റി കൊടുക്കാനായിട്ട് ഇപ്പൊ ആ ജലജയും ജാനകി ഉണ്ടല്ലോ, കൊണ്ടാന്ന് മുത്തശ്ശിയും പറയാണ്. പക്ഷെ നയനമോളുടെ നല്ല മനസ്സ് തിരിച്ചറിയാനായിട്ട് എന്നെങ്കിലും അവർക്ക് സാധിക്കുമോ വസുന്ധരയെന്ന് ചോദിക്കുക. അതൊന്നും എനിക്ക് അറിയത്തില്ല. കാരണം ചിലപ്പോൾ സത്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ ഒരു പക്ഷെ എപ്പോഴെങ്കിലും ദേവേനെ അംഗീകരിച്ചെന്ന് വരും. പക്ഷെ അത് എത്ര കാലം കഴിഞ്ഞിട്ടാണ്. എത്രയും പെട്ടെന്ന് ദേവേന് സത്യങ്ങൾ അറിയണം. അങ്ങനെ അറിയുവാണെങ്കിൽ മാത്രമേ നയനമോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവത്തുള്ളൂ എന്ന് പറയണം. മുത്തശ്ശൻ പറഞ്ഞു, ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, ഇനി അതുപടിയെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് പറയണം. അതിനുശേഷം രണ്ടുപേരും കൂടെ കനകയുടെയും ഗോവിന്ദന്റെയും വീട്ടിലേക്ക് ചെല്ലുവാണ്. അപ്പൊ അവര് മുത്തശ്ശനും മുത്തശ്ശനും കൂടെ പെട്ടെന്ന് ഇറങ്ങി വരുവാണ്. ആഹാ, ഇതെന്താ വീണ്ടും ചോദിക്കണം. അവർക്ക് ടെൻഷനാ വീണ്ടും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും. പെട്ടെന്ന് മുത്തശ്ശൻ ചോദിച്ചാൽ, എന്താ ഞങ്ങൾ വീണ്ടും വന്ന് ഇഷ്ടപ്പെട്ടില്ലേ? അങ്ങനെ കുഴപ്പമൊന്നുമില്ല, കയറി വരാൻ പറയണം. അങ്ങനെ അവരങ്ങോട്ട് കയറി വരുമ്പോഴത്തേനും അഭിയുടെ വണ്ടി അവിടെ വന്നു. അഭി നോക്കി, ഇത് ആദർശേട്ടൻ ആ നയനയുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി എടുത്തു കൊടുത്ത വീടല്ലേ? അപ്പൊ നയനെ കാണാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആ സ്വർണം അവൾക്ക് കൊടുക്കാനാണോ? ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലോ. അങ്ങനെയാണ് ഇത് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയായിരിക്കും. കിളവനും കിളവിയും കൂടെ കൊള്ളാലോ ആള്. അപ്പൊ അതൊക്കെ പമ്മി കൂടി ഇരുന്നിട്ട് അവളെ സ്വർണം മൊത്തം ഇങ്ങോട്ട് കൊണ്ടേ കൊടുക്കുന്നു. ദേഷ്യത്തോടെ അഭി തിരികെ പോവാണ്. ആ സമയം മുത്തശ്ശനും മുത്തശ്ശനും കൂടെ അകത്ത് കയറിയിട്ട് ചോദിച്ചു, ഞങ്ങൾ വന്ന ബുദ്ധിമുട്ടായെന്ന് ചോദിക്കുക. എന്ത് ബുദ്ധിമുട്ട്? ഒരു പക്ഷെ നയനമോളെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാരണം നയനമോളെ മുമ്പിൽ കാണിക്കാൻ പറ്റില്ലോ, അപ്പൊ ഞങ്ങൾ വീർപ്പ് മുട്ടിയാനും. ഇപ്പൊ കാര്യങ്ങളൊക്കെ അറിയാലോ, അതുകൊണ്ട് പിന്നെ ഒരു കുഴപ്പമില്ലാന്ന് പറയാം. നിങ്ങൾ വരുന്നതിൽ സന്തോഷമുള്ളൂ, എപ്പം വേളിലും വരാന്ന് പറയാ. നയനമോളുടെ മുത്തശ്ശനും മുത്തശ്ശിയല്ലേ, അവളെ കുറിച്ചും പിന്നെ അവളുടെ ആരോഗ്യക്കാര്യത്തെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത് ഞങ്ങൾക്ക് ഒരു താല്പര്യമുള്ള കാര്യമാണ്. അല്ലെങ്കിലും ഇപ്പൊ ആദർശം അങ്ങോട്ട് പോയതുള്ളെന്ന് പറയാണ്. ഇത് കേട്ട മുത്തശ്ശൻ പറഞ്ഞു, ആദർശന് ഇനി വരാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ, പണ്ടത്തെ ആദർശാണെന്നെങ്കിൽ വരാതിരുന്നേനും, പക്ഷെ ഇപ്പോഴങ്ങനെയല്ലോ എന്ന് പറയണം. പിന്നീട് മുത്തശ്ശി പറഞ്ഞു, നയനമോളെ ഒന്ന് കണ്ടിട്ട് വരാം, നയനമോൾക്ക് വേണ്ടിയിട്ട് ഞങ്ങള് കുറെ സ്വർണം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ടതും ഗോവിന്ദൻ പറഞ്ഞു, സ്വർണ്ണമോ? അതിന്റെ സ്വർണം കൊണ്ടുവന്നേ? അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു മൂർത്തി സാറേ എന്ന് പറയാം. ഇത് ഞങ്ങളുടെ ഒരു സന്തോഷമാണോ, എൻ്റെ ഞങ്ങളുടെ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനം കാത്തു സൂക്ഷിച്ച പെൺകുട്ടിയാണ് നയനമോള്. അത് മാത്രമല്ല ദേവേനിക്ക് കരള് ഭാഗത്ത് തന്നതല്ലേ, അപ്പൊ അവൾക്ക് അതിന് എന്തെങ്കിലും ഒരു പ്രതിഫലം കൊടുക്കണ്ടേന്ന് ചോദിക്കാം. മുത്തശ്ശി പറഞ്ഞു, എപ്പോഴാണെങ്കിലും ഇത് ഞാൻ അവൾക്കായിട്ട് കരുതി വെച്ചിരുന്ന, അതുകൊണ്ട് ഇച്ചിരി നേരത്തെ കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ, അതിനകത്ത് ഇപ്പം അത്ര വലിയ പറയാനൊന്നും ഇല്ലെന്ന് പറയാണ്. പിന്നീട് നേരെ നയനയുടെ മുറിയിലേക്ക് കയറി ചെല്ലുക. അവർ രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞപ്പോൾ നയന പതുക്കെ എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ മുത്തശ്ശി പറഞ്ഞു, വേണ്ട, വയ്യാതെ എഴുന്നേക്കണ്ട, മോളവിടെ കിടന്നോളാൻ പറയാണ്. അല്ല, എന്തു പറ്റി മുത്തശ്ശിന്ന് ചോദിക്കുക. അതെ, മോളെ ഒന്ന് കാണണം തോന്നിന്ന് പറയാണ്. മുത്തശ്ശനും മുത്തശ്ശി ഇരിക്കാൻ പറയാണ്. അങ്ങനെ അവിടെ ഇരിക്കുവാണ്. പിന്നീട് മുത്തശ്ശി പറഞ്ഞു, അതെ മോൾക്ക് കുറച്ച് സ്വർണമായിട്ട് വന്നാന്ന് പറയണം. സ്വർണോ? എനിക്ക് എന്തിനാ മുത്തശ്ശി സ്വർണം? ഇവിടെ കിടക്കുന്ന എനിക്ക് അതിന്റെ ആവശ്യമില്ലെന്ന് പറയണം. മോൾ അങ്ങനെ പറയുള്ളൂ എനിക്കറിയാം, പക്ഷേ എങ്കിൽ മോൾ ഇത് എടുക്കണം എന്ന് പറയാം. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മോൾക്ക് ഓരോന്നോരോന്ന് മാറി മാറി ഇട്ടുകൊണ്ട് പോകാലോ എന്ന് പറയാം. മുത്തശ്ശി, എനിക്ക് ഇത്ര സ്വർണത്തിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ അങ്ങനെ അധികം വീട്ടിൽ ഇട്ട് നടക്കാറില്ലെന്ന് മുത്തശ്ശിക്ക് അറിയാവുന്ന കാര്യമല്ലേ. അതൊക്കെ എനിക്ക് അറിയാൻ മോളെ, എപ്പോഴാണെങ്കിലും ഇത് മോളുടെ കൈകളിൽ എത്തണ്ടെന്ന് പറയണം. മുത്തശ്ശൻ പറയാം, അത് ശരിയാ, ഒരുപക്ഷെ ഞങ്ങളുടെ കാലശേഷം ഇതിനു വേണ്ടി അവിടെ അടിപിടി നടക്കുമായിരിക്കും, അതൊരു കാരണവശാലും പാടില്ല, അതുകൊണ്ട് നേരത്തെ എത്തേണ്ട കൈകളിലാണ് ഞാൻ കൊണ്ടു തന്നിരിക്കുന്നത്. മുത്തശ്ശി പറഞ്ഞു, ഓരോ ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് ദേ മുത്തശ്ശൻ എനിക്ക് വേണ്ടി വാങ്ങി തന്ന ഈ സ്വർണ്ണാഭരണങ്ങൾ ഞാൻ 1-2 തവണ ഇട്ടിട്ട് പിന്നെ അതെടുത്ത് വെക്കും, ഉപയോഗിക്കാറില്ല. അപ്പൊ അതെല്ലാം കൂടെ ഉണ്ടെന്ന് പറയണം. നയനയ്ക്കാണ് വല്ലാത്തൊരു വിഷമമായി. നയന പറഞ്ഞു, ഞാൻ ഇതൊന്നും പ്രതീക്ഷയല്ല മുത്തശ്ശി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തേ. ഇപ്പൊ ആദർശേന്റെ അച്ഛനാണെങ്കിൽ ആദർശേനാണല്ലോ എന്നോട് ചോദിച്ചു എന്താ വേണ്ടേന്ന് ചോദിച്ചു പ്രതിഫലമായിട്ട്. പക്ഷെ ഞാനോ, എനിക്കൊന്നും വേണ്ടെന്നാ ഞാൻ പറഞ്ഞേ, എനിക്കിതൊന്നും ആഗ്രഹമില്ല മുത്തശ്ശി, ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ച് ഒരിക്കലും ഞാൻ ഒരു കാര്യം ചെയ്തിട്ടില്ലെന്ന് പറയാം. മുത്തശ്ശൻ പറഞ്ഞു, അത് പിന്നെ ഞങ്ങൾക്ക് അറിയരുതോ, മോളുടെ നല്ല മനസ്സാണെന്നറിയാം, അതുകൊണ്ടല്ലേ മോൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് പറയണം. പിന്നീട് അവരങ്ങനെ സംസാരിച്ചിരിക്കുക. ഈ സമയം ജലജ ജാനകിയോട് പറയാ, എന്നാലും അബി എന്തായിരിക്കും വിളിച്ചിട്ട് പറഞ്ഞേ,
അവൻ ഇങ്ങോട്ട് വന്നിട്ട് പറയാന്ന് അവനോട് ഒന്നും ചോദിച്ചിട്ട് അവന് വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയാ. ജാനകി പറഞ്ഞു, ഒരു പക്ഷെ കരള് പകത്ത് നൽകിയ പെൺകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയായിരിക്കും സ്വർണ്ണമായിട്ട് പോയത്. ജലജ പറഞ്ഞു, അറിയില്ല, അവൻ വന്നാലേ അറിയത്തുള്ളൂ എന്ന് പറയണം. അപ്പോഴേക്കും അഭി അങ്ങോട്ടേക്ക് വരുവാണ്. അഭി വന്നപ്പോ ജലജ ചോദിച്ചു, എന്താടാ നീ ഫോണിൽ കൂടെ ഒന്നും പറയണ, കാര്യം പറയടാന്ന് പറയണം. കാര്യം എന്താന്നോ, ആ സ്വർണം കൊടുക്കാൻ പോയത് ആർക്കാന്നറിയാവോ? ആർക്കടാ? അത് ഏറ്റവും കൂടുതൽ നമ്മളെല്ലാരും വെറുക്കുന്ന ആ വീട്ടിലേക്ക് ആ സ്വർണ്ണമായിട്ട് പോയെന്ന് പറയണേ. അതാ ആരാ? ആ നയനയ്ക്ക് ഉണ്ട കൊടുക്കാൻ പോയതെന്ന് പറയാ. ഇത് കേട്ടതും ഇടിവെട്ടേറ്റ പോലെ ആയിപ്പോയി ജലജയും ജാനകി. അപ്പോഴേക്കും അങ്ങോട്ട് അനാമികയും കൂടെ വന്നു. അനാമ ഈ പറയുന്നത് കേട്ടു. അബിയോട് ജലജ ചോദിച്ചു, സത്യം വേണ്ട നീ പറയണേ, അങ്ങോട്ടേക്ക് തന്നെയാണ് പോയെന്ന് ചോദിക്കുക. ചിലപ്പോ ജാനകി പറഞ്ഞു, ഇനിയിപ്പോ ആ സ്വർണം വല്ല പോളിഷ് ചെയ്യാൻ കൊണ്ടുപോയതായിരിക്കും, അതപ്പോ വണ്ടിക്കകത്ത് ഇരിപ്പുണ്ടായിരിക്കും, അതിനു വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയണം. ഇത് കേട്ടോ അബി പറഞ്ഞു, അതൊന്നുമല്ല, കവറുമായിട്ട് നേരെ അകത്തേക്കേ പോയത്, അത് അവൾക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാന്ന് പറയണം. ഇത് കേട്ടപ്പോ ജലജ പറഞ്ഞു, എന്റെ ഭഗവാനെ, അത്രയും സ്വർണം, 10-75 ലക്ഷം രൂപയുടെ മുതലുണ്ട്. ഇത്ര സ്വർണം അവൾക്ക് കൊണ്ടേ കൊടുക്കാനായിട്ട് ഇതിന് മാത്രം എന്താ അവൾക്ക് ഇരിക്കണേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ അനാമി പറഞ്ഞു, മിക്കവാറും മരുമോളെ ഇങ്ങ് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഇത്ര സ്വർണ്ണം കൊണ്ടേ കൊടുക്കുന്നതായിരിക്കും മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ, അല്ലെങ്കിൽ അവൾക്ക് ആ നന്ദുവിന് വല്ല ആലോചനയും വന്ന് കാണുമെന്ന് പറയണം. ജാനകി പറഞ്ഞു, അത് ശരിയാ, അനാമിക മോള് പറഞ്ഞേ, ചിലപ്പോ അവൾക്ക് വല്ല ആലോചന വന്ന് കാണും. ജലജ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വലിയ തറവാട്ടിലേക്ക് കെട്ടിച്ചു വിടാനുള്ള പുറപ്പാടായിരിക്കും, പിന്നെ ഒന്നിനൊരു കുറവ് വരില്ലല്ലോ, അതുകൊണ്ടായിരിക്കും ഇവിടെ സ്വർണ്ണമൊക്കെ എടുത്തോണ്ട് കൊടുക്കണേന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജാനകി പറഞ്ഞു, അത് ശരിയായിരിക്കും നീ പറഞ്ഞേ, അങ്ങനെയായിരിക്കും എന്ന് പറയാം. അനാമി പറഞ്ഞു, എന്നാലും അവരെന്ത് പരിപാടിയാ കാണിച്ചേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ എല്ലാ മരുമക്കളും ഒരേപോലെ അല്ലേ, 3 മരുമക്കളുണ്ടല്ലോ, എന്നിട്ട് അവർക്ക് വല്ലതും കൊടുത്തോന്ന് ചോദിക്കുക. എനിക്ക് സ്വർണത്തോടെ ആർത്തിയൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും എനിക്കെന്താ കിട്ടിയാൽ എന്താ പുളിക്കുമോന്ന് ചോദിക്കുക. എനിക്ക് മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ സ്നേഹമില്ലേ, ഓ ഇനിയിപ്പൊ അവളാണല്ലോ കാര്യങ്ങളൊക്കെ നോക്കുന്നേ, ആ നയനെന്ന് പറയുന്നുള്ള, അതുകൊണ്ടായിരിക്കും എന്ന് പറയാണ്. ജാനകി പറഞ്ഞു, മോളിങ്ങനെ വിഷമിക്കില്ലേ, സ്വർണം കിട്ടാത്തതിന്റെ വിഷമമല്ല, എന്നാൽ നമ്മളെ തള്ളിക്കളയാന്ന് പറയുമ്പോ ഒരു വിഷമം വരുന്നുണ്ട് അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് അങ്ങോട്ട് അഭിനയിക്കുകയാണ് അനാമിക. ആ സമയത്ത് ജലജ പറഞ്ഞു, അതെ, ആ സ്വർണത്തിൽ എനിക്ക് മാത്രമല്ലായിരുന്നു കണ്ണുണ്ടായിരുന്നേ, ജാനകി നിനക്കില്ലായിരുന്നോ, പിന്നെ അതിനകത്ത് 1-2 മാലകളൊക്കെ ആണെങ്കിലും ഏടത്തെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പറയാം. ജാനകി പറഞ്ഞു, അത് ശരിയാ, ഇത് മൊത്തം അവൾക്ക് കൊടുത്തെന്ന് അറിഞ്ഞു കഴിയുമ്പത്തേനും ഒരു ഭൂകമ്പം ഉണ്ടാവും പറയാം, എത്രയും പെട്ടെന്ന് ഇത് ഏട്ടത്തിനെ അറിയിക്കണമെന്ന് പറയാം. ജാനകി അവളോട് പറഞ്ഞു, അനാബിയോട് മോളൊരു കാര്യം ചെയ്യാം, ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഏട്ടത്തിനെ ഈ വിവരമൊക്കെ അറിയിക്കണം, ഏട്ടത്തി വേണ്ടെന്ന് എന്താന്ന് ചെയ്തോളും, അങ്ങനെ അവൾ അതിട്ട് സൂചിച്ചങ്ങനെ നടക്കണ്ടെന്ന് പറയാണ്. ജലജ പറഞ്ഞു, അത് ശരിയാ, എന്നാലും ഈ കോടികളുടെ മുതൽ കൊടുക്കാനായിട്ട് എങ്ങനെ തോന്നി അച്ഛനും അമ്മയ്ക്കും, അതോ അവൾക്ക്, വേറെ എത്രയോ പേരുണ്ട് ഇവിടെ, അവർക്കൊന്നും കൊടുക്കാൻ തോന്നാതെ ഇതിനെന്ത് തലനമന്ത്രമാണോ അവൾ പ്രയോഗിച്ചിരിക്കുന്നത്. ഞാൻ കരുതി ആ വയ്യാത്ത കുട്ടിക്ക് കരള് പാത്തലിക്ക് കുട്ടിക്ക് കൊടുക്കാൻ കൊണ്ടുപോയതാന്നാ, വേറെ ആർക്ക് കൊടുത്താലും കുഴപ്പമില്ലായിരുന്നു എന്ന് ജാനകി പറയാ. അവൾക്ക് കൊടുത്തോണ്ടുള്ള സങ്കടമുള്ള എനിക്കെന്ന് പറയാണ്. പിന്നീട് അനാമിക ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറി പോവാണ്. ഈ സമയം വേണൊരു ചായയൊക്കെ ആയിട്ട് രേവതി അങ്ങോട്ട് ചെല്ലുവാണ്. ചായ കൊടുത്തു കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പത്തിന് ഫോണിനകത്ത് കുറെ മിസ് കോൾ കിടക്കുന്നുണ്ട്. അനാമിക മോളുടെ മിസ് കോൾ ആണല്ലോ, അനാമികൾ കുറെ തവണ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നീ ഒന്ന് തിരിച്ചു വിളിച്ചു നോക്കാൻ പറയണം. അങ്ങനെ കോള് വിളിച്ചപ്പോ അനാമി ചോദിച്ചു, അമ്മ ഇത് എവിടെ പോയി കിടക്കുവാനും ചോദിക്കുക. അല്ല മോളെ, ഫോൺ സൈലന്റ് ആയിരുന്നു, ഞാൻ അറിഞ്ഞില്ല, ഒരു അത്യാവശ്യ കാര്യം പറയാൻ വിളിച്ചാ ഫോൺ ഇട്ട് എടുക്കത്തില്ല. അല്ല മോളെ, ഇപ്പൊ എന്താ ഉണ്ടായെന്ന് ചോദിക്കുക. എന്തുണ്ടാവാനായിട്ടാ, അതെ 10-75 ലക്ഷം രൂപ വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടേ നയനിക്ക് കൊടുത്തിരിക്കുന്നു. ആര് കൊടുക്കാനായിട്ടാ? മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ കൊണ്ടേ കൊടുത്തിരിക്കുന്നു പറയണേ. ആ കിളവനും കിളവിക്കും ഇത് എന്തിന്റെ സൂക്കേട് എന്ന് വേണു പറയാണ്. ഈ വയസ്സനാം കാലത്ത് ഈ സ്വർണ്ണം മൊത്തം ആ പെണ്ണിന് കൊണ്ടേ കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്റെ മോളെ, എന്നിട്ട് നിനക്ക് എന്തേലും കിട്ടിയോ? എനിക്ക് കിട്ടി, ഞാനൊന്നും പറയണില്ല എന്ന് പറയണേ. എനിക്ക് ഒരു സാധനം പോലും കിട്ടിയിട്ടില്ല, വെറുതെ അവിടെ നിൽക്കുന്ന ഇവിടെ നിൽക്കുന്ന മാത്രം മിച്ചം. ഇപ്പൊ അവളല്ലേ എല്ലാ കാര്യങ്ങളും നോക്കുന്നേ, അവളോട് അത്ര ഇഷ്ടം ഉണ്ടായിട്ട് അങ്ങനെ കൊണ്ടേ കൊടുത്തിരിക്കുന്നേ. ഇത് കേട്ടപ്പം വേണു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ കിളവനെ എത്രയും പെട്ടെന്ന് തീർക്കണം, ആ കിളവൻ തീർന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു സമാധാനം ഉണ്ടാകത്തുള്ളൂ എന്ന് പറയാം. അനാബി പറഞ്ഞു, അത് ശരിയാ അച്ഛൻ പറഞ്ഞേ, അങ്ങേര് തീർന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതേ കുടുംബത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്തേലും നടക്കുള്ളൂ, നമുക്ക് എന്തേലും കിട്ടണേ പോലും അങ്ങേര് മരിക്കണം, അങ്ങേര് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എല്ലാം നയനിക്ക് പോകത്തുള്ളൂ എന്ന് പറയാണ്. മോള് ധൈര്യമായിട്ടിരുന്നു, എന്ത് വേണം എനിക്കറിയാന്ന് പറയാണ് വേണു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.